തുടർഭരണം വേണമെങ്കിൽ പ്രവൃത്തി നന്നാകണമെന്ന് സംസ്ഥാന സെക്രട്ടറി കെ അഷ്റഫ്. തൊഴിലാളി പക്ഷത്തു നിന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി AITUC നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കണമെന്നാവശ്യവുമായാണ് AITUC സംസ്ഥാന കമ്മിറ്റി പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ജനുവരി 17 സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആരംഭിച്ച സംസ്ഥാന ജാഥയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് നേതാക്കൾ. വീണ്ടും അധികാരത്തിൽ എത്തണമെങ്കിൽ പ്രവൃത്തി നന്നാകണമെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി കെ അഷ്റഫ് ആവശ്യപ്പെട്ടു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ 26 തെരഞ്ഞെടുപ്പിലും വീണ്ടും ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ പ്രവൃത്തി ഒന്നാവണം. അത് ഞങ്ങൾ ഈ പറഞ്ഞ വിഷയം ഒന്ന് പരിഹരിക്കണം. ജനപക്ഷത്ത് നിൽക്കണം, തൊഴിലാളി പക്ഷത്ത് നിൽക്കണം. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അതിന് മുൻതൂക്കം നൽകണം. അതിന് മുൻഗണനാക്രമം ഉണ്ടാകണം. മാവി ലിസ്റ്റർ കൂട്ടരുത്. അത് സജീവമായി നടക്കണം. അവിടെ തൊഴിലാളിക്ക് വേതനം ഉണ്ടാകണം. ആ തൊഴിലാളിക്ക് സഹായം കൊണ്ട് കുടുംബം ജീവിക്കാൻ കഴിയണം. ഇവിടുത്തെ എല്ലാ മേഖലയിലും ഉള്ള തൊഴിലാളികൾക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ, പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ഭാഗം ചേർന്നാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തൊഴിലാളി ഭാഗം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ സഹായിക്കും. അല്ലെങ്കിൽ വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മൾ പോകാതിരിക്കാനുള്ള മുൻകരുതൽ ഗവൺമെന്റ് ഉണ്ടാകണം, ബന്ധപ്പെട്ടവർക്കുണ്ടാകണം. സർക്കാർ തൊഴിലാളി പക്ഷത്ത് നിൽക്കണം. മാവേലി സ്റ്റോറുകൾ പൂട്ടരുത്. തൊഴിലാളികൾക്ക് കൂലി നൽകണം. അല്ലെങ്കിൽ സ്ഥിതി അപകടകരമാകുമെന്നും കെ അഷ്റഫ് പറഞ്ഞു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസാണ് ജാഥ ക്യാപ്റ്റൻ. AITUC ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് മറ്റ് സംഘടനയിൽപ്പെട്ടവരും അനുകൂലമായാണ് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടേതായ ആ 4 അതിരുകൾക്കപ്പുറം വിവിധ മേഖലകളിൽ നിന്ന് തൊഴിലാളി നേതാക്കളുടെ, ജനപ്രതിനിധികളുടെ പിന്തുണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും ജാഥ കഴിഞ്ഞപ്പോൾ ചില തൊഴിലാളികൾ വന്ന് പരിചയപ്പെട്ടു. ഞങ്ങൾ ഇന്ന ട്രേഡ് യൂണിയനിൽ പെടുന്നവരാണ്, ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ പ്രതികരിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്. കാസർകോട്ട് നിന്നാണ് വടക്കൻ മേഖലാ ജാഥ ആരംഭിച്ചത്. സ്വീകരണ പരിപാടിയിൽ CPI മണ്ഡലം സെക്രട്ടറി വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ, AITUC നേതാക്കളായ M ഗംഗാധരൻ, KT ജോസ്, AITUC മണ്ഡലം സെക്രട്ടറി M അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.